ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. കൈത്താക്കാലം 1-ാം ഞായറാഴ്ചയിലേക്ക് നമ്മൾ പ്രവേശിച്ചിരിക്കുകയാണ്. സ്ലിഹാകാലത്തിലൂടെ പരിശുദ്ധാത്മാവിൻ്റെ പ്രവർത്തനങ്ങൾ സഭയിൽ നടക്കുകയായിരുന്നു. വിളവിൻ എടുപ്പിൻ്റെ കാലഘട്ടമാണ്. സമൃദ്ധിയുടെ, സമ്പന്നതയുടെ കാലഘട്ടമാണ് കൈത്താ കാലഘട്ടം. ആത്മാവിലൂടെ നമുക്ക് ലഭിച്ചിരിക്കുന്ന കൃപാവരത്തെ അത് ഫലമാക്കി മാറ്റേണ്ടത് ആ ഫലമെടുപ്പിൻ്റെ, നമ്മുടെ കൂടെയുള്ളവർക്കൊക്കെ ഞാൻ ആത്മീയ മനുഷ്യൻ്റെ ഫലങ്ങൾ കൊടുക്കേണ്ടതിൻ്റെ കാലഘട്ടമാണ്. ദൈവം നമ്മിൽ നിന്നും ഈ ഫലം സ്വീകരിക്കാൻ വരുന്ന കാലഘട്ടമാണ് കൈത്താ കാലഘട്ടം. നമുക്ക് ആഴത്തിൽ പരിശോധിക്കേണ്ടതും ധ്യാനിക്കേണ്ടതും ദൈവമേ, ഞാൻ എത്രമാത്രം ആത്മാവിൽ വളർന്നു എന്നുള്ള സത്യമാണ്. ഇന്ന് തിരുസഭ മാതാവ് ഒരു കല്യാണ വിരുന്നിൻ്റെ ഉപമയാണ് നമ്മളോട് പറയുക. അതിഥിക്കും ആതിഥേയനും കൊടുക്കേണ്ട ഉപദേശങ്ങൾ ഇന്ന് ഈശോ നമുക്ക് മനോഹരമായി നൽകുന്നുണ്ട്. എന്താണ് ഒരു അതിഥിയുടെ ഭാഗത്തുനിന്നുണ്ടാകേണ്ട പുണ്യങ്ങൾ? നമ്മളൊക്കെ പല കല്യാണ വിരുന്നുകളിലൊക്കെ പോയിട്ടുണ്ട് അല്ലേ? ക്ഷണിക്കപ്പെട്ടവരാണ് നമ്മൾ. പലപ്പോഴും ഇന്നത്തെ ഒരു പ്രത്യേകിച്ച് ഈ പശ്ചാത്തലത്തിൽ ഒത്തിരി ആളുകൾ നമ്മൾ വിളിക്കാറുണ്ട്, ഒത്തിരി സ്ഥലങ്ങളിൽ നമ്മൾ യാത്ര പോകാറുണ്ട്. അവിടെയൊക്കെ നമ്മൾ പ്രധാനപ്പെട്ടതായി നോക്കുക, എവിടെ എപ്പോഴാണ് ഭക്ഷണം കിട്ടുക. ഒരു കല്യാണത്തിൽ എന്നാൽ കല്യാണ പെണ്ണിനെയും ചെക്കനെയും നമുക്ക് കാണണമെന്ന് ധൃതിയൊന്നുമില്ല. എന്നാൽ നമ്മുടെ പ്രശ്നം എന്താണ്? എപ്പോഴാണ് ഭക്ഷണം കിട്ടുക? ആദ്യം പോയി ഭക്ഷണം കഴിക്കാൻ വേണ്ടി പറ്റുമോ? നല്ല ഇടങ്ങളിൽ നമുക്ക് ഭക്ഷണം കഴിക്കാൻ കിട്ടുമോ? നമ്മളെ അവർ മൈൻഡാക്കുമോ? ഇതൊക്കെ നമ്മുടെ ഒരു ചിന്തയാണ്. പ്രിയപ്പെട്ടവരെ, നല്ലതാണ് നമ്മളിങ്ങനെ എല്ലായിടത്തും സൂപ്പറായിരിക്കുക, നമുക്കൊക്കെ ആഗ്രഹമുണ്ട്. പക്ഷേ ഈശോ എന്ന് പറയാണ്, മക്കളെ നിങ്ങൾ അങ്ങനെ ചെയ്യരുത്. നിങ്ങൾ ചെയ്യേണ്ടത് എന്താണ്? നിങ്ങൾ പുറകോട്ട് നിൽക്കണം, മാറി നിൽക്കണം. അപ്പോൾ നിങ്ങൾ മാറി നിൽക്കുന്നത് കണ്ടിട്ട്, നിങ്ങളുടെ എളിമ കണ്ടിട്ട്, നിങ്ങൾ മറ്റുള്ളവരെ പ്രോത്സാഹിപ്പിച്ച് അവരെ പറഞ്ഞു വിടുന്നത് കണ്ടിട്ട് ആ മറ്റുള്ളവർ വന്ന് നിങ്ങളെ ക്ഷണിച്ചുകൊണ്ട് പോകും, വാ നമുക്ക് ഭക്ഷണം കഴിക്കാം. അതാണ് ഏറ്റവും വലിയ കൃപയെന്ന് ഒരു ഭൗതികതയിൽ ചിന്തിച്ചാൽ. അതേ കാര്യം തന്നെ നമ്മൾ ദേവാലയത്തിലേക്ക് പോയി നോക്കി. നമ്മളൊക്കെ ക്ഷണിക്കപ്പെട്ടവരാണ്, യേശുവിൻ്റെ വിരുന്നിന് വേണ്ടി ക്ഷണിക്കപ്പെട്ടവരാണ്. പക്ഷെ നമ്മൾ തിരഞ്ഞെടുക്കുന്ന ഏറ്റവും പുറകിലുള്ള വശമാണ്. ഭൗതികതയിലും ആത്മീയതയിലും നമുക്കുണ്ടാകുന്ന ഒരു വെല്ലുവിളി ഇതാണ്. ഭൗതികമായി നമ്മളിങ്ങനെ ഇടിച്ചു കയറാൻ ചിന്തിക്കുമ്പോൾ ആത്മീയമായി നമ്മളൊക്കെ പുറകോട്ട് മാറിക്കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ടാണ് ഈശോ പറഞ്ഞത്, യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 66-ാം അധ്യായം 2-ാം തിരുവചനത്തിൽ ഇങ്ങനെ വായിക്കുന്നുണ്ട്, ആരെയാണ് ഞാൻ കടാക്ഷിക്കുക? ദൈവം പറയാണ്, ആത്മാവിൽ എളിമയുള്ളവരെയാണ് ഞാൻ കടാക്ഷിക്കുക. ആത്മാവിലെ എളിമ. ആത്മാവിലെ എളിമ എന്ന് പറയുമ്പോൾ അത് നമ്മൾ ആഴത്തിലൊന്ന് ചിന്തിക്കണം. എന്താ ഈ ആത്മാവിലെ എളിമ? സമ്പത്തുണ്ടാകുന്നത് എളിമയ്ക്ക് വിഷയമൊന്നുമില്ല. നല്ല വീടുണ്ടാകാം, വാഹനങ്ങളുണ്ടാകാം, നല്ല ജോലി ഉണ്ടാകാം, കോടീശ്വരനായിരിക്കാം. അതൊന്നും അല്ല ഇവിടെ വിഷയം. അല്ലെങ്കിൽ ദരിദ്രനോ ചെറ്റക്കുടലായിരിക്കും താമസം, അതല്ല ഇവിടെ വിഷയം. ആത്മാവിൽ എളിമയുണ്ടാകും. ആത്മാവിൽ എളിമയുണ്ടവൻ്റെ പ്രത്യേകത എന്താണ്? അവനെപ്പോഴും ദൈവത്തെ പ്രാപിക്കാൻ ആഗ്രഹിച്ചുകൊണ്ടേയിരിക്കും. അവനെപ്പോഴും ആത്മീയ കാര്യത്തിൽ ദരിദ്രനായിരിക്കും, എപ്പോഴും ആഗ്രഹിച്ചുകൊണ്ട്, ഈശോ എനിക്ക് എന്തോ ഒരു കുറവുണ്ട്, എനിക്ക് കുറേ കൂടി വേണം, എനിക്ക് കുറേ കൂടി ആത്മാവിൽ വളരണം, എനിക്ക് കുറേ കൂടി എളിമ വേണം, എനിക്ക് കുറേ കൂടി സ്നേഹിക്കാൻ പറ്റണം, എനിക്ക് കുറേ കൂടി പങ്കുവെക്കാൻ പറ്റണം. ഇതാണ് ആത്മാവിലെ എളിമയുടെ പ്രത്യേകത. പക്ഷേ നമുക്കിന്ന് ഈ ആത്മാവിലെ എളിമ നഷ്ടപ്പെട്ടു പോയി. അതുകൊണ്ടാണ് ദേവാലയത്തിൽ നമ്മൾ പുറകോട്ട് വലിയ. കാരണം എന്താണ്? ഞാൻ പെർഫെക്റ്റാണ്, എനിക്കെന്താ ഇവിടെ വന്ന് ഇരുന്നാൽ മതി, വേറെ ഒന്നും എനിക്കില്ല. ഞാനൊന്ന് ഞായറാഴ്ച കുർബാനയ്ക്ക് പോകുന്നു, അല്ലെങ്കിൽ ഒന്ന് കുരിശ് വരയ്ക്കുന്നു, ഒന്ന് പ്രാർത്ഥിക്കുന്നു, ഒരു ധ്യാനത്തിന് പോകുന്നു, ഇത്രയൊക്കെ മതി. അതിനേക്കാൾ അപ്പുറത്തേക്ക് ആത്മാവിലെ എളിമയുള്ള മനുഷ്യൻ ദൈവത്തെ പ്രാപിക്കാൻ കൊതിയുള്ളവനായിരിക്കും. ഈശോ പറയാണ്, നിങ്ങൾ ക്ഷണിക്കപ്പെട്ടവരാണ്. എങ്ങോട്ടാണ്? ആത്മാവിൽ വളരാൻ ക്ഷണിക്കപ്പെട്ടവരാണ്. അല്ലാതെ ഭൗതികതയിൽ നിങ്ങൾ ഇടിച്ചു കയറിയിട്ട് കാര്യമൊന്നുമില്ല. അവിടെ പ്രത്യേകിച്ച് ഒരു ഗുണവുമില്ല. നിങ്ങൾക്ക് രോഗം വന്നാൽ തീർന്നുപോയി ശരീരം, ഒരു അപകടം വന്നാൽ തീർന്നുപോയി ശരീരം. എന്നാൽ നിലനിൽക്കുന്നത് ആത്മാവാണ്. നിങ്ങൾക്ക് ഓർമ്മയാകേണ്ടത് ആത്മാവാണ്. ഒരു ഭൗതികമായിട്ടാണെങ്കിൽ പോലും നിങ്ങൾക്ക് മറ്റുള്ളവരുടെ മനസ്സിൽ ഓർമ്മയാകേണ്ടത് നിങ്ങളുടെ ആത്മാവിനെക്കുറിച്ചുള്ള ഓർമ്മകളാണ്, നിങ്ങൾ ചെയ്ത പുണ്യങ്ങളെക്കുറിച്ചുള്ള ഓർമ്മകളാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഈ ആത്മാവിൽ വളരുന്ന മനുഷ്യരായിട്ട് നമുക്ക് മാറാം. ഈ ആത്മാവിലെ ഫലങ്ങൾ മറ്റുള്ളവർക്ക് കൊടുക്കുന്ന മനുഷ്യരായിട്ട് മാറാം. നമ്മളെ കണ്ടുമുട്ടുന്ന ഒരാൾക്ക് ഇത്രയും നാൾ ഈശോയെ ഭക്ഷിച്ച് നമുക്ക് അല്ലേ സുവിശേഷമായി മാറുക. ഫ്രാൻസിസ് അസീസിയൊക്കെ നമ്മൾ പഠിപ്പിച്ചതാണ്, നിങ്ങൾ എല്ലായിടത്തും സുവിശേഷം പ്രഘോഷിക്കണം, പക്ഷേ ആവശ്യമെങ്കിൽ മാത്രം വാക്കുകൾ ഉപയോഗിക്കുക. അതാണ് സുവിശേഷം. നിങ്ങൾ എല്ലായിടത്തും സുവിശേഷം പ്രഘോഷകരായി മാറണം, പക്ഷേ ആവശ്യമുണ്ടെങ്കിൽ മാത്രം വാക്കുകൾ ഉപയോഗിക്കുക. അതാണ് ജീവിതം. ആത്മാവിൽ സമ്പന്നനായ ഒരു മനുഷ്യൻ്റെ ജീവിതത്തിൻ്റെ പ്രത്യേകത അതാണ്. അവൻ എല്ലായിടത്തും സുവിശേഷമായിരിക്കും. നമ്മളെ കാണുന്നവർക്കൊക്കെ ഒരു കൃപയുടെ അഭിഷേകം ലഭിക്കും. അതുകൊണ്ട് ഈ അതിഥിക്കുണ്ടാകേണ്ട പുണ്യം, നമ്മളൊക്കെ അതിഥികളാണ്, ഈശോയുടെ മുമ്പിൽ അതിഥികളാണ്, നമ്മൾ ക്ഷണിക്കപ്പെട്ടവരാണ്. അതുകൊണ്ട് ആത്മാവിൽ വളരാനുള്ള ദാഹം നമുക്കുണ്ടാകട്ടെ. ആ വളർന്നത് മറ്റുള്ളവർക്ക് കൊടുക്കാനുള്ളൊരു കൃപ നമുക്കുണ്ടാകട്ടെ.
രണ്ടാമതായത് ക്ഷണിക്കുന്നവരുടെ പ്രത്യേകത. ആതിഥേയനുണ്ടാകേണ്ട പ്രത്യേകതയാണ്. അവൻ തിരഞ്ഞെടുക്കേണ്ടത് ഒറ്റപ്പെട്ടവരെയും മാറ്റി നിർത്തപ്പെട്ടവരെയൊക്കെയാണെന്നാണ് വചനം നമ്മളെ ഓർമ്മപ്പെടുത്തുക. പ്രമുഖരെ വിളിക്കാൻ ഒത്തിരി ആളുകളുണ്ടാകും അല്ലേ? അങ്ങനെയാണ് നമ്മൾ ക്ഷണിക്കുന്നതൊക്കെ നോക്കിയേ. നമുക്ക് സ്റ്റാൻഡേർഡ് അനുസരിച്ചാണ് നമുക്കൊരു വിരുന്ന് നമ്മൾ ക്ഷണിക്കുക. നമ്മൾ വഴിയിൽ കിടക്കുന്ന പാവപ്പെട്ടവനെ ക്ഷണിക്കാറുണ്ടോ? അനാഥരെ ക്ഷണിക്കാറുണ്ടോ? നമ്മൾ അവർക്ക് വേണമെങ്കിൽ കൊണ്ടുപോയി ഭക്ഷണം കൊടുക്കുമായിരിക്കും. പക്ഷേ നമ്മുടെ വീട്ടിൽ നമ്മൾ ഒരുക്കിയിട്ടിരിക്കുന്ന മനോഹരമായ ആ പട്ട് മെത്തയിൽ നമ്മൾ അവരെ കൊണ്ടിരുത്താറുണ്ടോ? അവർക്ക് ഒരുക്കപ്പെട്ടിരിക്കുന്ന മനോഹരമായ ആ ഇടത്ത് ഭക്ഷണം വിളമ്പി കൊടുക്കാറുണ്ടോ? നമ്മുടെ പ്രിയപ്പെട്ടവരെ കൂടിയിരുത്തി അവരെ ഭക്ഷിപ്പിക്കാറുണ്ടോ? ഈശോ പറയാണ്, നിങ്ങൾ അങ്ങനെയുള്ളവരെ തിരഞ്ഞെടുക്കുക. കൽക്കട്ട തെരുവോരങ്ങളിൽ കഴിഞ്ഞ പാവപ്പെട്ടവർക്ക്, അന്തി ഉറങ്ങാൻ ഇടമില്ലാത്തവർക്ക്, ഒരു നേരത്തെ അന്നമില്ലാത്തവർക്കൊക്കെ മദർ തെരേസ കാണിച്ചെന്നതാണ്. വിശുദ്ധരുടെയൊക്കെ ജീവിതം അങ്ങനെയാണ്. പാവപ്പെട്ടവരെ ഹൃദയത്തോട് ചേർത്ത് പിടിച്ചപ്പോൾ, ദുർഗന്ധമുള്ളവരെ, ആരോരുമില്ലാത്തവരെയൊക്കെ ഹൃദയത്തോട് ചേർത്ത് വെച്ചപ്പോൾ അവർക്കൊക്കെ സ്വർഗത്തിൻ്റെ സൗന്ദര്യമുണ്ടായിരുന്നു. അവരൊക്കെ ആതിഥേയരായി, യഥാർത്ഥത്തിൽ ക്രിസ്തുവിൻ്റെ ആതിഥേയരായി മാറി. അതുകൊണ്ടാണ് ലോകം അവരിന്നും സ്നേഹിക്കാനുള്ള കാരണം. പ്രിയപ്പെട്ടവരെ, നമുക്ക് ധ്യാനിക്കണം. നമ്മളൊക്കെ ആതിഥേയരാണ്. നമ്മൾ ക്ഷണിക്കാറുണ്ട് ഈ പാവപ്പെട്ടവരിലേക്ക്, ഒറ്റപ്പെട്ടവരിലേക്ക്, നിന്ദിക്കപ്പെട്ടവരിലേക്ക്, പരിഹസിക്കപ്പെട്ടവരിലേക്കെല്ലാം നമ്മുടെ ക്ഷണങ്ങൾ എത്തി നിൽക്കട്ടെ. അത് നമ്മുടെ വീട്ടിൽ തന്നെ ഉണ്ടാവും, വേറെ എവിടെയും പോകണ്ട. സ്നേഹം കിട്ടാതെ കിടക്കുന്ന ജീവിത പങ്കാളി, കരുതൽ കിട്ടാതെ നിൽക്കുന്ന മക്കൾ, മാതാപിതാക്കൾ, അയൽവക്കക്കാർ, ബന്ധുക്കൾ, അവരിലേക്കൊക്കെ നമ്മുടെ ക്ഷണം എത്തട്ടെ. ഞാനുണ്ട് കൂടെ, നിങ്ങൾ വാ. ആ ഒരു ക്ഷണത്തിൻ്റെ ആത്മാവിലെ വളർച്ച, അതാണ് ഈശോ പറയുക. ഈ കൈത്താക്കാലത്ത് നമ്മുടെ ഫലങ്ങൾ അങ്ങനെ ആകട്ടെ. ഒറ്റപ്പെട്ടവരെയൊക്കെ ചേർത്ത് പിടിക്കാൻ കഴിയുന്ന, മാറ്റി നിർത്തപ്പെട്ടവരെയൊക്കെ ക്ഷണിക്കാൻ കഴിയുന്ന ഒരു ആതിഥേയത്വത്തിൻ്റെ മനോഭാവം. അതുകൊണ്ട് ഈ രണ്ട് ചിന്തകളെ നമുക്കിന്ന് ധ്യാനിക്കണം. ഒരു അതിഥി, ആത്മാവിൽ വളരാൻ കൊതിയുള്ള ഒരു അതിഥി, അവന് എളിമയുടെ സ്വഭാവം ഉണ്ടാകും. രണ്ട്, ആതിഥേയത്വം, പാവപ്പെട്ടവരിലേക്ക്, ഒറ്റപ്പെട്ടവരിലേക്ക്, മാറ്റി നിർത്തപ്പെട്ടവരിലേക്കൊക്കെ നമ്മുടെ ക്ഷണങ്ങൾ എത്തി നിൽക്കുന്ന ഒരു ആതിഥേയത്വം. അതിനുള്ള കൃപയ്ക്ക് വേണ്ടി ഈ ദിവസം നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവം അനുഗ്രഹിക്കട്ടെ. ആമേൻ.